നേതാക്കളുടെ പ്രതികരണം കൂടി നമുക്ക് ഇപ്പൊ പിന്നീട് പെട്ടെന്ന് ഇത് ഒരുമാതിരി നാടകങ്ങളൊക്കെ ആ ഗേറ്റ് അടക്കട്ടെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ശക്തമായ പ്രതിഷേധത്തിലാണ്. അതെ ഞാൻ പറഞ്ഞല്ലോ ഗവർണർക്ക് ഭരണഘടന അത്രമേൽ അശുദ്ധമാണ്. അതായത് ഭരണഘടന കണ്ടുകൂടാ ആ നിലയിലാണ്. അല്ല ഞങ്ങൾ പ്രതിഷേധം അറിയിക്കാനാണ്, തടയാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല, പ്രതിഷേധം അറിയിക്കാനാണ്. അതെ നടക്കട്ടെ, പരിപാടി നടക്കുന്നുണ്ടല്ലോ. ആ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ തുടരുകയാണ്. ഞങ്ങളെ ഈ സ്വാഭാവികമായും ഗവർണർ വരുമ്പോൾ ഞങ്ങൾ തടയും മറ്റാ നിലയിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വരുന്നില്ലായിരുന്നു. പിന്നീട് ആരും അറിയാതെ ഒളിച്ചും പത്തയാൾ ഓടികേറി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങളെ ആകെ പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ര പേരേ ഉള്ളൂ. അതെ ഞങ്ങൾ ഇവിടെ ശക്തമായി പ്രതിഷേധം അറിയിക്കും. ആ പ്രതിഷേധം അദ്ദേഹം അറിയും. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലയിൽ ഈ നിലപാട് തിരുത്തുന്നവരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടരും. സ്വാഭാവികമായി ഗവർണർ പ്രതിഷേധം അറിയും എന്നതാണ് SFI പറയുന്നത്. ഗവർണർ പ്രതിഷേധം അറിയും, ഞങ്ങൾ ഇവിടെ തുടരും, പ്രതിഷേധം അറിയിച്ചു. ഞങ്ങൾ ആൾ എണ്ണം കുറവായിരുന്നു, എന്നിട്ടും ഗവർണർ എത്തിയപ്പോൾ പ്രതിഷേധം അറിയിച്ചു എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും SFI പ്രവർത്തകർ അവിടെ തമ്പടിക്കുകയാണ്. ഗേറ്റിന് മുന്നിൽ പരിപാടി അകത്ത് നടക്കുന്നുണ്ട്. ഗവർണർ ഇറങ്ങുമ്പോൾ പ്രതിഷേധിക്കും എന്നതാണ് അവർ പറയുന്നത്. സർവകലാശാല ഒരു ഓട്ടോണമസ് ബോഡിയല്ലേ, അതൊക്കെ കാറ്റിപ്പറത്തിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ഇവിടുത്തെ DC സ്വാഭാവികമായിട്ടും സംഘപരിവാർ താല്പര്യമുള്ള ആളാണ്. അതുതന്നെ സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ എത്തിയിരിക്കുന്നു. തീരുമാനിച്ച പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. ഗവർണറെ പ്രതിഷേധം അറിയിക്കും എന്നതാണ് SFI ഇപ്പോൾ അറിയിക്കുന്നത്. അവർ SFI പ്രവർത്തകർ മെയിൻ ഗേറ്റിന് മുൻവശത്ത് അവർ തമ്പടിക്കുകയാണ്. പ്രവർത്തകരുടെ എണ്ണം കൂടുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് അവർ സൂചിപ്പിക്കുന്നു. ഗവർണർ തങ്ങളുടെ പ്രതിഷേധം അറിയും, ഗവർണർ എപ്പോൾ നിലപാട് മാറ്റുന്നോ അതുവരെ പ്രതിഷേധം തുടരും എന്നതാണ് SFI ഇപ്പോൾ പറയുന്നത്. പക്ഷേ അകത്ത് വളരെ സുഗമമായി രജിസ്ട്രാർ പരിപാടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്, അനുമതി നിഷേധിച്ചതാണ്. അതിനുശേഷവും ഇപ്പോൾ അവിടെ പരിപാടി സുഗമമായി നടക്കുന്നു. ഗവർണർ വേദിയിലുണ്ട്, പരിപാടി അവിടെ നടക്കുകയാണ്. വളരെ വലിയ മുദ്രാവാക്യം വിളികളോടെയാണ് ഗവർണറെ അവിടേക്ക് BJP പ്രവർത്തകർ സ്വീകരിച്ചത്. ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടേക്കാണ് ഗവർണർ എത്തിയത്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെ നിലപാട് അറിയിക്കാൻ സർക്കാർ തീരുമാനമെടുത്ത അതേ ദിവസമാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഗവർണർ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം മതി എന്ന് സർക്കാർ നിലപാടെടുത്ത ദിവസം കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഗവർണർ ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഗവർണർ എത്തില്ല എന്ന് പോലീസ് കബളിപ്പിച്ചു. അതിനുശേഷം ഗവർണർ വന്നു എന്നതാണ് ഇപ്പോൾ SFI പ്രവർത്തകർ പറയുന്നത്. അവരോട് പോലീസ് ആശയവിനിമയം നടത്തുമ്പോൾ ഗവർണർ എത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അവർ അല്പം പിന്മാറിയ ഘട്ടത്തിലാണ് ഗവർണർ അവിടെ വലിയ സുരക്ഷയിൽ എത്തുകയും പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി ഹാളിനുള്ളിലേക്ക് കടന്നു പോവുകയും ചെയ്തത്. ഇപ്പോൾ പരിപാടി അവിടെ സംഘാടകർ നടത്തുന്നു. പരിപാടി സുഗമമായി നടക്കുന്നു. പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഗവർണർ തങ്ങളുടെ പ്രതിഷേധം അറിയും എന്ന് SFI പ്രഖ്യാപിക്കുകയാണ്. ഗവർണറെ തടയില്ല, പക്ഷേ ഗവർണർ തങ്ങളുടെ പ്രതിഷേധം അറിയും എന്നതാണ് പറയുന്നത്. VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ പ്രവർത്തകരെക്കാൾ കൂടുതൽ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഗവർണറുടെ വരവും പോക്കും സുഗമമാക്കാൻ ഗവർണറുടെ സുരക്ഷയ്ക്കായി ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവിടെ തമ്പടിക്കുകയാണ്. നേരത്തെ KSU പ്രവർത്തകർ അവിടേക്ക് എത്തിയിരുന്നു. അവരെ പോലീസ് വാഹനങ്ങളിൽ അവിടെ നിന്ന് മാറ്റി. കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി കൂടുതൽ പ്രവർത്തകർ KSU പ്രവർത്തകരും അവിടേക്ക് എത്തുന്നോ എന്ന് അറിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ് അവിടെ. സർക്കാർ ഇപ്പോൾ സർക്കാർ എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിക്കുകയും മന്ത്രിസഭാ യോഗം അത്തരമൊരു തീരുമാനമെടുത്ത് ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെ ആ നിലപാട് അറിയിക്കാൻ തീരുമാനവും എടുത്ത ദിവസം ഭാരതാംബ വിഷയത്തിൽ വലിയ ഒരു പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുകയാണ്.
അതിൽ SFI വലിയ പ്രതിഷേധമുയർത്തുന്നു. ഗവർണർ തിരിച്ച് പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ പ്രതിഷേധം അറിയിക്കാനായി SFI പ്രവർത്തകർ കേരള സർവകലാശാല ആസ്ഥാനത്ത് മെയിൻ ഗേറ്റിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സെനറ്റ് ഹാളിനുള്ളിൽ ഇപ്പോഴും പരിപാടി തുടരുകയാണ്. BJP പ്രവർത്തകർ വലിയ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഗവർണറെ അവിടേക്ക് സ്വീകരിച്ചത്. ഭാരതാംബ ചിത്രം, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവും